പുതിയ മന്ത്രിയുടെ പുതിയ രീതിയിലുള്ള പരിഷ്കരിച്ച ഡ്രൈവിംഗ് ആണ് ഇനി മലയാളികൾ നേരിടേണ്ടത് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൻ്റെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥലം കടമെടുക്കേണ്ടി വരുമെന്ന ട്രോളുകളാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ നിറയുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തേണ്ടത് 50 മുതൽ 70 സെന്റ് വസ്തുവാണ് എന്നതാണ് കാര്യം. ഇത് വലിയ ബാധ്യതയായതുകൊണ്ട് തന്നെ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ചിലപ്പോൾ പൂട്ടിപ്പോയേക്കാം. പകരം വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ എത്തുകയും ചെയ്യും. പരിഷ്കാരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാക്കുന്നതാണ് സർക്കാർ നീക്കം എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഡ്രൈവിംഗ് പരിശീലന ചെലവും ഇരട്ടിയിലധികമായേക്കും. ഇപ്പോൾ 7,500 മുതൽ 11,000 രൂപ വരെയാണ് കാർ ലൈസൻസ് എടുക്കാൻ വാങ്ങുന്നത്. 1496 ഡ്രൈവിംഗ് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഓരോ സ്കൂളിലും 4 മുതൽ 10 വരെ ജീവനക്കാരുമുണ്ട്. പരിഷ്കാര പ്രകാരം വലിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നിച്ചോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ആയിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുക. ഓരോ ടെസ്റ്റിനും ഇവരായിരിക്കും ഫീസ് ഈടാക്കുന്നത്. നിയമപ്രകാരം ഫീസ് അടയ്ക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിന് തന്നെയാണ്. ടെസ്റ്റിന് മാത്രം 300 രൂപയാണ് നിലവിലെ ഫീസ്. ഗ്രൗണ്ടും ട്രാക്കുകളും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുക്കണമെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം. അതേസമയം ടെസ്റ്റിംഗ് ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിലില്ല. 2017 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത്തിൽ നിർത്തി മുന്നോട്ടെടുക്കലും ഒക്കെ ഏർപ്പെടുത്തിയതാണ്. എന്നാൽ എല്ലായിടത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധിയോടെ ഇത് ഒഴിവാക്കേണ്ടി വന്നു. 86 സ്ഥലങ്ങളിൽ ടെസ്റ്റ് ഉണ്ടെങ്കിലും 9 എണ്ണത്തിൽ മാത്രമാണ് മാനദണ്ഡം പാലിക്കുന്നത്. പുതിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ടെസ്റ്റിന് ഇലക്ട്രിക് വാഹനമാകാമെന്ന് കേന്ദ്രം. ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വാഹനത്തിന്റെ വേഗം അനുസരിച്ച് ഗിയർ മാറ്റണമെന്നേ ഉള്ളൂ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ഒരുക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ഈ വാഹനങ്ങൾ വ്യാപകമായതിനാൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ, ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ടതില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് കത്തും നൽകിയതാണ്. അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം. GPS, നിരീക്ഷണ ക്യാമറ എന്നിവ നിർബന്ധമല്ല. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറയും GPS-ഉം വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇതിൽ വ്യക്തത വരുത്തിയിട്ടില്ല. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ അത്ഭുത ദിവസത്തെ വരവേൽക്കാം. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലീപ് ഇയർ ഓഫറിനൊപ്പം ഫെബ്രുവരി 28-നും 29-നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഗ്രാമിന് 29 രൂപ കുറവും പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ ഗ്രാമിന് 29 രൂപ അധിക മൂല്യവും 29 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാൻ അവസരവും. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ ക്യാരറ്റിന് 29,000 രൂപ വരെ ഓഫറിൽ സ്വന്തമാക്കുകയും ചെയ്യാം. ആഘോഷങ്ങൾ ഇനി രാജകുമാരിക്കൊപ്പം. കേരള ആൻഡ് തമിഴ്നാട്.